ടോയ്ലറ്റിൽ പ്രസവിച്ച കുഞ്ഞിനെ ജനലിലൂടെ വലിച്ചെറിഞ്ഞു എന്ന വാർത്ത കഴിഞ്ഞ ദിവസം എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. ആരാണ് ഇതിന് കാരണക്കാർ? നിങ്ങളും ഞാനും അടങ്ങുന്ന ഈ സമൂഹം തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ അവിവാഹിതയായ ഒരു പെൺകുട്ടി ഒരു കുഞ്ഞിന് ജന്മം കൊടുത്താൽ അവൾ അനുഭവിക്കേണ്ടി വരുന്ന അഗ്നി പരീക്ഷകൾ, അവൾ അഭിമുഖീകരിക്കേണ്ട, അവൾ കടന്നു പോകുന്ന അഗ്നിപർവങ്ങൾ എന്തൊക്കെയാണെന്ന് അവൾ തീർച്ചയായും ചിന്തിച്ചിരിക്കാം. കഴിഞ്ഞ 9 മാസക്കാലവും ഓരോ നിമിഷവും സ്വയം ശ്വാപിച്ചുകൊണ്ട് വളരെ ദുസ്സഹമായ ഓരോ മിനിറ്റുകളും അവൾ തള്ളി നീക്കിയിട്ടുണ്ടാവും. ഒരാളോട് പോലും തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥ എങ്ങനെ അവൾ തരണം ചെയ്തിരിക്കാമെന്ന് ഒരാളും ചർച്ച ചെയ്തും ചിന്തിച്ചും കണ്ടില്ല. നമ്മുടെ സമൂഹത്തിലേക്ക് ഒരു പെൺകുഞ്ഞ് നിസ്സഹായയായി അപമാനിതയായി നിൽക്കുന്നത് ആലോചിച്ച് നോക്കൂ. എങ്ങനെയാണ് അവൾ ഇത്തരത്തിലേക്ക് ആക്കപ്പെടുന്നത്? ഇത്തരമൊരു പാട്രിയാർക്കൽ സമൂഹത്തിൽ സദാചാര മൂല്യങ്ങൾ പിൻപറ്റിയില്ലെങ്കിൽ നീ പിന്നെ ജീവിക്കാൻ അർഹയല്ലെന്ന ആശയം മാത്രമാണ് നമുക്ക് പങ്കുവെക്കുന്നത്. ചെറുപ്പകാലം മുതൽ ഏതൊരു കലാരൂപം എടുത്തു നോക്കിയാലും, ഒരു സിനിമയായാലും, ഏതൊന്നെടുത്ത് നോക്കിയാലും നമുക്കറിയാം അതിലെല്ലാം തരുന്ന മെസ്സേജ് ഇത് തന്നെയാണ്: നീ സദാചാര മൂല്യങ്ങളെ പിൻപറ്റി ജീവിച്ചില്ലെങ്കിൽ പിന്നെ നീ ജീവിക്കാൻ അർഹയല്ലെന്ന്. പക്ഷേ ഇത് ഒരു എതിർവശത്തിന് ഇതൊന്നും തന്നെ ബാധകമല്ല. പെർപിട്രേറ്ററെ കുറിച്ച് ആർക്കും അറിയേണ്ടതില്ല, ആർക്കും അതിനെക്കുറിച്ച് ചർച്ചയില്ല. അതിനെ സംബന്ധിച്ച് ഒരാൾക്ക് പോലും ഒരു വേവലാതിയുമില്ല. പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി അവളുടെ പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞാൽ അവൾക്കെതിരെ 1000 നാവുകൾ ഉയരുകയും അതേപോലെ പീഡകന് വേണ്ടി 1000 പേർ സംസാരിക്കാൻ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തിനേറെ മാധ്യമങ്ങളടക്കം പീഡനം നടത്തുന്ന വ്യക്തിയെ വിളിച്ചിരുത്തി ഇന്റർവ്യൂ ചെയ്യുന്ന കാലമാണിത്. ഇനി പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി വീണ്ടും വെർബലായി അബ്യൂസ് ചെയ്യപ്പെടുന്നു, സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയും ഒക്കെ പൊതുനിരത്തുകളിലടക്കം അവൾ വലിയ രീതിയിൽ ആക്ഷേപിക്കപ്പെടുന്നു എന്ന് പരാതിപ്പെട്ടാൽ ഇതെല്ലായിടവും സംഭവിക്കുന്നതല്ലേ എന്ന് കൈമലർത്തുന്ന ഒരു ഭരണകൂടമാണ് നമുക്ക് മുന്നിലുള്ളത്. ഇങ്ങനെ നമ്മുടെ സമൂഹത്തെ അങ്ങേയറ്റം അപരിഷ്കൃതമാക്കുന്ന പ്രവർത്തനങ്ങൾ നിരന്തരമെന്നോണം തുടരുന്നത് ഈ പാട്രിയാർക്കൽ സമൂഹത്തിന്റെ ബാക്കി പത്രമായി നമ്മൾ ജീവിക്കുന്നത് കൊണ്ടാണ്. ഒരു ഗ്യാസ് ചേമ്പറിൽ എന്ന വണ്ണം ഹോളോകോസ്റ്റ് ആയിരുന്നിരിക്കണം കഴിഞ്ഞ 9 മാസക്കാലവും ആ പെൺകുട്ടി. ഇനിയും അവൾ നേരിടാൻ പോകുന്നത് അതിനേക്കാൾ വലിയ അഗ്നിപരീക്ഷകളെയാണ്. ഒരുപക്ഷെ ഞാൻ മരിച്ചു പോയിരുന്നെങ്കിലെന്ന് 1000 വട്ടം ആഗ്രഹിച്ചിരിക്കാം. ഒരുപക്ഷെ ആത്മഹത്യ ചെയ്യാനുള്ള ധൈര്യം അവൾക്കുണ്ടായിരുന്നിരിക്കാം, കാണില്ലായിരിക്കാം. ഈ കുഞ്ഞ് എങ്ങനെയെങ്കിലും അങ്ങ് മരിച്ചു പോയെങ്കിലെന്ന് 1000 വട്ടം അവൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം. ഇങ്ങനെയൊക്കെ വലിയ വലിയ വീർപ്പുമുട്ടലിലൂടെ ആയിരിക്കാം അവൾ ഈ കഴിഞ്ഞ ഓരോ നിമിഷവും അവൾ തരണം ചെയ്തത്. ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് ആർക്കും തന്നെ വേവലാതിപ്പെടാനില്ല. നമ്മളെപ്പോഴും നമ്മൾ മുറുകെ പിടിച്ചിരിക്കുന്ന ചില മൂല്യങ്ങളിൽ തന്നെ അടിയുറച്ച് നിൽക്കുകയാണ്. അവിടെ നിന്ന് ഇനി നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരം ഒരു സമൂഹത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ, ആൺകുട്ടികളെ ആയാലും പെൺകുട്ടികളെ ആയാലും നമുക്ക് രക്ഷിക്കണമെങ്കിൽ കേവലമായ ഒരു ബോധവൽക്കരണ ക്ലാസ് വർഷത്തിലൊരിക്കൽ സ്കൂളിലോ NSS ക്യാമ്പിലോ ഒന്നും നടത്തിയത് കൊണ്ട് ഒരു കാര്യവുമില്ല. നമുക്ക് തീർച്ചയായും നമ്മുടെ കുട്ടികൾക്ക് ചെറിയ ക്ലാസ് മുതൽ കൃത്യമായ ആരോഗ്യകരമായ പ്രോപ്പറായ ലൈംഗിക വിദ്യാഭ്യാസം നൽകേണ്ടതുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ രൂപപ്പെടുത്തുവാൻ വേണ്ടി കൃത്യമായ ലൈംഗിക വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് പാഠ്യപദ്ധതിയിൽ അത് ഉൾപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകേണ്ടത് വരും തലമുറയ്ക്ക്, ഒരു പരിഷ്കൃത സമൂഹം എന്ന നിലയിൽ വരും തലമുറയ്ക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളതാണ്. അത്തരം കാര്യങ്ങൾ പറയുന്നവരെ വലിയ രീതിയിൽ ആക്രമിക്കുമെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ എന്നാലും എല്ലാവരുടെയും വീട്ടിൽ പെൺകുഞ്ഞുങ്ങളുണ്ട്. എല്ലാവരുടെയും വീട്ടിൽ നമ്മുടെ മക്കൾ എല്ലാവർക്കും ഏറ്റവും മൂല്യവത്തായ ഒന്നാണ്. ആ മൂല്യവത്തായ കുഞ്ഞുങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ നല്ല തലമുറയായി വളർത്തിക്കൊണ്ടുവരുന്നതിന് അത് ഏറ്റവും ആവശ്യമുള്ളതാണെന്നുള്ള ബോധ്യത്തോടു കൂടി അതിനു വേണ്ടിയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാകണം.